ഇന്ന് അത്യാവശ്യം നല്ല കറങ്ങി അടിച്ചൊരു ദിവസമാണ്. അപ്പോൾ വന്നപ്പോൾ തന്നെ ഒന്ന് കിടന്നാൽ മതി എന്നായി. പക്ഷേ അപ്പോഴാണ് കുറച്ച് ദിവസം മുന്നേ എനിക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഡെർമാക്കോന്ന് ബൈ വൺ ഗെറ്റ് വൺ സെയിൽ വന്നപ്പോൾ 2 സാധനങ്ങൾ വെച്ച് വന്നിട്ട് ഒരു ആക്നെ സ്പോട്ട് കറക്റ്റ് സെറാണ്, പിന്നെ വെച്ചത് ബെൻസോയിൽ പെറോക്സൈഡ് ഒരു ഫേസ് വാഷും. രണ്ടും കട്ടയ്ക്ക് നിൽക്കുന്ന ആക്റ്റീവ്സാണ്. എനിക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ കുറച്ച് പേടി ഉണ്ടായിരുന്നു. പക്ഷേ സെയിൽ വന്നപ്പോൾ ഞാനൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കും. നിങ്ങൾ ഒരു ഓയിലി ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ഡെയിലി ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട സാധനമാണ് മൈസെല്ലാർ വാട്ടർ. ഓയിലി സ്കിന്നിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫേസിൽ പെട്ടെന്ന് ഓയിലും ഡേർട്ടും എല്ലാ പൊടികളും കാര്യങ്ങളും ഒക്കെ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്കൊരു ഫേസ് വാഷ് കൊണ്ട് മാത്രം അത് ക്ലീൻ ആവില്ല. അപ്പോൾ ഒരു മൈസെല്ലാർ വാട്ടർ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ആക്ച്വലി സ്കിൻ കെയർ ചെയ്യുന്നവരെല്ലാവരും ഡബിൾ ക്ലെൻസിങ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ പറയുമ്പോഴല്ല, നിങ്ങൾ സ്കിൻ കെയർ റൂട്ടീനിൽ നിങ്ങൾ ഇത് ആഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുക. നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ വാങ്ങിച്ച സാധനങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മൾ ഏത് പുതിയ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഓൾവേസ് ഡു പാച്ച് ടെസ്റ്റ്. പാച്ച് ടെസ്റ്റ് ചെയ്യാണ്ട് നിങ്ങൾ ഒരു സാധനം ഫേസിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പാടില്ല. എൻ്റെ 2 ചീക്സിലെയും ആക്നേസ് കാരണമാണ് ഞാനിത് മേടിക്കാമെന്ന് വെച്ചത്. ഞാനിങ്ങനെ ലിസ്റ്റിൽ ഇട്ടേക്കായിരുന്നു. അപ്പോഴാണ് ബൈ വൺ ഗെറ്റ് വൺ സെയിൽ വന്നത്. ആക്റ്റീവ്സ് യൂസ് ചെയ്യുകയാണെങ്കിലും നമ്മൾ അതിനുശേഷം മോയ്സ്ചറൈസർ ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് ദിവസത്തിന് ശേഷം എൻ്റെ സ്കിൻ ഇത് റിയാക്ട് ചെയ്തു. എനിക്ക് ഈ പ്രൊഡക്റ്റ് പറ്റുന്നില്ല. ഐ സ്റ്റോപ്പ് ഓൾ ഓഫ് ദിസ് 2 പ്രൊഡക്ട്സ്. നമ്മൾ സ്കിന്നിന് പറ്റുന്നില്ല എന്ന് കണ്ടാൽ അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യണം. നമ്മുടെ സ്കിന്നിനെ ഒരിക്കലും നമ്മൾ ഫോഴ്സ് ചെയ്യരുത്. ഇത്രയും മൈൽഡായ പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്യുക. നിങ്ങളുടെ സ്കിന്നിന് അത് താങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ആക്റ്റീവ്സ് ഓരോന്നോരോന്നായി ബിൽഡ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.